ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എവറി മോർണിംഗ് എനിക്ക് സെയിം വേയിലാണ് സ്റ്റാർട്ടിങ്. എല്ലാവരും പറയണ പോലെ അലാം ഒന്നും വെക്കണ്ട. ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ വാതിൽ തുറന്നിടുക, ഫാൻ ഓഫാക്കുക, സൗണ്ട് ഉണ്ടാക്കുക, ഇതൊക്കെയാണ് എൻ്റെ അമ്മേൻ്റെ പതിവ് ശീലങ്ങൾ. പക്ഷേ ടുഡേ ഫീൽസ് ഡിഫറെൻറ്റ് ബിക്കോസ് അമ്മ ഇവിടെ ഇല്ല ഇന്ന്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരുടെ അമ്മമാരെ പോലെയുള്ള ശീലങ്ങൾ എൻ്റെ അമ്മയ്ക്കുണ്ടെങ്കിലും ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ അമ്മേനെ വിളിക്കാറില്ല കേട്ടോ. അമ്മയില്ലാത്ത ദിവസമായതുകൊണ്ട് തന്നെ വീട് മൊത്തം ഒരു സൈലൻസ് ആയിരുന്നു. സാധാരണ ഞാൻ എണീക്കുന്ന സമയത്ത് അടുക്കളയെല്ലാം തുറന്ന് ജനാലയെല്ലാം തുറന്നിട്ടാണ് ഞാൻ കാണാറ്. പക്ഷേ ഇന്ന് അങ്ങനെയല്ലായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അമ്മ എവിടെ പോയെന്ന്. അമ്മ ആക്ച്വലി ഒരു ധ്യാനം കൂടാൻ പോയേക്കാണ്. മനസ്സൊക്കെ നന്നാവാൻ ഒരു ധ്യാനം കൂടുന്നത് നല്ലതാണല്ലോ. തലേ ദിവസം തന്നെ ഞാൻ പിറ്റേ ദിവസം നേരത്തെ എണീക്കണം, അമ്മയില്ലാത്ത കുറവ് അറിയരുതെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടാണ് കിടന്നത്. പക്ഷെ എന്നെക്കൊണ്ട് അത് സാധിച്ചില്ല കേട്ടോ. ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ 8 മണിയായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്മയില്ലാത്ത കുറവ് അറിയിക്കാതിരിക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ച പോലെ നടക്കത്തൊന്നുമില്ല കേട്ടോ. കാരണം അമ്മയില്ലാത്ത വീട് ശരിക്കും ഉറങ്ങിയ പോലെ തന്നെയാണ്. ഭയങ്കര നേരത്തെ ഒന്നും എണീറ്റില്ലെങ്കിലും അമ്മ ചെയ്യണ കുറച്ച് പണിയൊക്കെ ഞാനും ചെയ്തു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ബ്രെഡും വെജ് സ്റ്റൂ ഉണ്ടാക്കാമെന്ന് വെച്ചു. ഞാൻ അത്ര വലിയ എക്സ്പേർട്ടൊന്നുമല്ല. അമ്മ ഉണ്ടാക്കണ പോലെ എനിക്ക് ഉണ്ടാക്കാനും അറിയത്തില്ല. പക്ഷെ ഉണ്ടാക്കിയാലല്ലേ പറ്റത്തുള്ളൂ. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും എൻ്റെ പപ്പ നല്ലതാണേ പറയത്തുള്ളൂ. അതെന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ അങ്ങനെയാണ് പറയാറ്. ഒരുവിധം എല്ലാ പപ്പമാരും അങ്ങനെ തന്നെയായിരിക്കും അല്ലേ. ഇന്ന് ഇത്തിരി നേരമായി എണീറ്റതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കുറച്ച് ലേറ്റായി, ഒരു 10 മണിയൊക്കെ ആയി. അമ്മയുടെ കൂടെ കിച്ചണിൽ നിന്ന് ഇടയ്ക്കൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ടെങ്കിലും അമ്മ ഇല്ലാതെ അടുക്കളയിൽ നിന്ന് പണിയെടുക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. വിതൗട്ട് ഹെർ പ്രസൻസ് ദ ഹോം ഫീൽസ് ഇൻകംപ്ലീറ്റ്. എനിക്കിപ്പോഴും ഓർമ്മയുള്ളൊരു കാര്യമുണ്ട്. പണ്ട് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കുറേ കുറുമ്പൊക്കെ കാണിക്കുമായിരുന്നു. അപ്പം എന്നെ കുറേ തല്ലുമായിരുന്നു. രാത്രിയാകുമ്പോൾ ഞാൻ എൻ്റെ അമ്മാമ്മൻ്റെ കൂടെയാണ് കിടക്കാറ്. പക്ഷെ എന്നെ കുറേ തല്ലിയ ദിവസം രാത്രിയായപ്പോൾ എൻ്റെ അമ്മ എൻ്റെ അടുത്തേക്ക് വന്ന് എന്നിട്ട് നെറ്റിയിലൊക്കെ എനിക്കൊരു ഉമ്മ തന്ന്. പക്ഷെ അന്ന് ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് ഇപ്പോഴും അറിയത്തില്ല ഞാനന്ന് ഉറങ്ങാത്ത കാര്യം. പിന്നെ എനിക്ക് മനസ്സിലായി എന്നെ തല്ലിയിട്ടുള്ള എല്ലാ ദിവസങ്ങളിലും അമ്മ രാത്രി എൻ്റെ അടുത്തേക്ക് വരാറുണ്ടെന്ന്. കഥ പറഞ്ഞ് അങ്ങ് പോയില്ലേ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെജ് സ്റ്റൂ ആണ്. ഞാൻ ഇന്നവരെ മുന്നേ ഉണ്ടാക്കി നോക്കിയിട്ടൊന്നുമില്ല. പക്ഷെ എൻ്റെ രൂഹം വെച്ച് 1-ാം പാലോ 2-ാം പാലോ ഒക്കെ ആവശ്യമുണ്ട്. അപ്പം എൻ്റെ രൂഹം വെച്ചാവട്ടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. എങ്ങനെയാണ് വെജ് സ്റ്റൂ കുക്ക് ചെയ്യുന്നതെന്നൊന്നും ഞാൻ കാണിക്കുന്നില്ല. കാരണം ഇതെൻ്റെ ഒരു മെത്തേഡാണ്. ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ലായിരിക്കും നിങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അത്ര വലിയ എക്സ്പേർട്ടൊന്നുമല്ല. എല്ലാം എൻ്റെ രൂഹങ്ങളാണ്. പിന്നെ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇത്തിരി ലേറ്റ് ആയെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു കഴിക്കാൻ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് പാത്രമൊക്കെ കഴുകി അടുത്ത പണിയിലോട്ട് അങ്ങ് കയറാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഇന്നൊരു സൺഡേ ആണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തുനിന്ന് മന്തി മേടിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. എന്നാലും എന്തെങ്കിലും ഒന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കണ്ടേ എന്ന് കരുതിയിട്ട് ഞാനൊരു മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മുട്ടക്കറിയല്ല, മുട്ട റോസ്റ്റ്. എനിക്ക് കൂടുതലും വെജിറ്റബിൾസ് അറിയുമ്പോൾ വെജിറ്റബിൾ കട്ടർ വെച്ച് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. എനിക്കതാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ. പക്ഷേ എൻ്റെ അമ്മയൊക്കെ അരിയുമ്പോൾ അങ്ങ് കൈ വെച്ച് അരിയുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നെക്കൊണ്ട് അത് അത്ര അങ്ങ് എളുപ്പമല്ല. ഒരു സവാള അരിയുന്നതിന് ഇത്രയും എക്സ്പ്രഷൻ ഇട്ട് മരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ ഞാനും ആലോചിച്ചു. സാധാരണ സവാളയൊക്കെ അരിയുമ്പോൾ ഞാൻ കരയാറൊന്നുമില്ല. പക്ഷെ ഇന്നെന്തോ ഞാനും കരഞ്ഞു. ഒരു പ്രായം വരെ എൻ്റെ ചേച്ചീനെ അമ്മ അടുക്കളയിലൊന്നും കയറ്റില്ലായിരുന്നു. ഞങ്ങളുടെ ആകെ കൂടിയുള്ള പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് വൃത്തിയാക്കുക, തുടയ്ക്കുക. വേറെ ഒന്നും കൊണ്ടല്ല, അടുക്കള പണി അമ്മ ചെയ്തോളാം എന്നുള്ളൊരു രീതിയായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എ ഡേ വിത്തൗട്ട് അമ്മ ടീച്ചസ് മീ ദാറ്റ് ലവ് ഈസ് നോട്ട് ഇൻ തിങ്സ് ബട്ട് ഇൻ ഹെർ പ്രസൻസ്. കാരണം വേറെ ഒന്നുമല്ല, സാധാരണ ഞാൻ ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ അമ്മ എന്നെ കാത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ കൊണ്ടുപോയ ലഞ്ച് ബോക്സിൻ്റെ കവറും കൊണ്ട് കിച്ചണിൽ പോയിട്ട് എനിക്കുള്ള ഫുഡ് അമ്മ സെർവ് ചെയ്ത് വെക്കുമായിരുന്നു. പക്ഷേ ഇന്നെന്തോ അതൊരു എംപ്റ്റി ഫീലായിരുന്നു. അപ്പം നമ്മൾ എവിടെയാണ് നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എഗ് റോസ്റ്റിൽ. മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയെങ്കിലും ഞങ്ങൾ മന്തി മേടിച്ച് കഴിച്ചു. പിന്നെ അതിന് ശേഷം വൈകുന്നേരം ഞാൻ പള്ളിയിലൊക്കെ പോയി. പിന്നെ ഞാൻ എന്താ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരത്തെ സ്നാക്സ് നമുക്ക് ബ്രെഡ് റോസ്റ്റ് ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ശരിക്കും ഇങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാനും കുക്ക് ചെയ്യുമ്പോൾ വ്ളോഗ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പണ്ട് തൊട്ടേ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ഇങ്ങനെ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നാട്ടുകാർ അവരെന്തോ വിചാരിക്കുന്നുള്ളൊരു പേടിയായിരുന്നു എൻ്റെ പ്രശ്നം. പിന്നെ ഞാൻ ആലോചിച്ചു, അവരിപ്പോൾ എന്നാ വിചാരിച്ചാലും നമുക്കെന്താ, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടായാൽ മതി അല്ലേ. മൈ ഫാമിലി ഈസ് സപ്പോർട്ടിങ് മീ ആൻഡ് ഐ ഹോപ്പ് യു വിൽ ഓൾസോ സ്റ്റേ വിത്ത് ആൻഡ് സപ്പോർട്ട് മീ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് രേഖപ്പെടുത്താൻ മറക്കരുത്. ഐ വിൽ ബി വെയിറ്റിംഗ് ടു ഹിയർ ഫ്രം യു.
ഇഫ് യു റിയലി എൻജോയ് ദിസ് വീഡിയോ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ബ്രെഡ് റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കി, ചായ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഒരു മിൽക്ക് ഷേക്ക് ഒക്കെ ഉണ്ടാക്കി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അമ്മ വന്നു. അമ്മ ഞാൻ നേരിട്ട് കണ്ട എപ്പോഴും തല്ല, പക്ഷെ അമ്മ ഇല്ലാത്തപ്പോൾ എന്തോ പോലെയാണ്. ദർ ഈസ് എ പേഴ്സൺ ഇൻ എവ്രി വൺസ് ലൈഫ് ഹു കനോട്ട് ബി റിപ്ലേസ്ഡ്. ഇൻ മൈ ലൈഫ് അതെൻ്റെ സ്വന്തം അമ്മയാണ്.